our first module is gaseous state. Okay, so in this module we are going to learn about different properties of gaseous state, okay, and its applications, etc. Okay, and before entering into the module, we want to know something about this gaseous state. As we know, first we want to know what is mean by matter. എന്താ matter എന്ന് പറഞ്ഞാൽ matter means anything that has mass and occupies space. Anything that has mass and occupies space is called as the matter. Anything that has mass and occupies space are called as matter. And based on the arrangement of constituent particles, we know matter is classified into important three categories: solid, liquid and gas. Okay, then other states ഒക്കെ ഉണ്ട്, പക്ഷേ important solid, liquid and gas ആണ്. Okay, solid നമുക്കറിയാം, the particles the constituent particles are arranged closely, നല്ല close ആയിട്ടായിരിക്കും, and the intermolecular force of interaction between the atoms or constituent are very strong ആണ് അല്ലേ. And what about liquid state? Liquid state means the force of attraction is not so strong as that in liquid. Okay, and what about gaseous state? The gaseous state means a free state. The force of attraction between the gaseous molecules are very less. So that is the general representation of solid, liquid and gas. Okay, then നമുക്കറിയാം solid എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് ബൗണ്ടറി ഉണ്ടായിരിക്കും. ലിക്വിഡ് എന്ന് പറയുമ്പോൾ ഏതാണോ നമ്മളൊരു വെസൽ എടുക്കുന്നത് അതിൻ്റെ ഷേപ്പായിരിക്കും ലിക്വിഡിന്. ഗ്യാഷ്യസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ബൗണ്ടറി. ഓക്കെ, നമുക്ക് ജനറൽ ക്യാരക്ടേഴ്സ് ഒക്കെ അറിയാമല്ലോ. Okay, among considering these different states, gaseous state have very important two aspects, that it have a marked sensitivity in the volume change. That means its volume will change in a marked way under different temperature and pressure. എന്താ അതിൻ്റെ അർത്ഥം? ഈ മൂന്ന് സ്റ്റേറ്റിനെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഗ്യാഷ്യസ് സ്റ്റേറ്റിൻ്റെ വോളിയം പെട്ടെന്ന് ചേഞ്ച് ആവും വിത്ത് ചേഞ്ചിങ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. പക്ഷേ നമ്മളൊരു സോളിഡ് അത് അത്രത്തോളം അതിൻ്റെ വോളിയത്തിന് അത്ര എഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ലിക്വിഡും അത്ര എഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഗ്യാഷ്യസ് സ്റ്റേറ്റിൻ്റെ കേസിൽ ഇറ്റ് ഹാസ് എ മാർക്ക്ഡ് സെൻസിറ്റിവിറ്റി ഇൻ ദ വോളിയം ചേഞ്ച് അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. So while comparing with the other states, the important property of gaseous state is their marked sensitivity in change in volume. ജസ്റ്റ് ഒരു ടെമ്പറേച്ചറോ പ്രഷറോ ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയം നന്നായിട്ട് ചേഞ്ച് വരും, ബട്ട് നോട്ട് ഫോർ സോളിഡ് ആൻഡ് ലിക്വിഡ്. ദെൻ അനദർ തിങ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ദർ ഈസ് നോ സഫിഷ്യൻറ്റ് ബൗണ്ടറി, ഒരു പ്രത്യേക ബൗണ്ടറി ഇല്ലാത്തത് കൊണ്ട് തന്നെ ദാറ്റ് ക്യാൻ ഫിൽ ഇൻ എനി അവൈലബിൾ സ്പേസ് ഇമ്മീഡിയറ്റ്ലി. സോ ദ മേജർ ടു തിങ്സ് ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ അതർ ടു സ്റ്റേറ്റ്സ് ആർ എ മാർക്ക്ഡ് സെൻസിറ്റിവിറ്റി ഇൻ ദ വോളിയം ചേഞ്ച് അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ആൻഡ് ഇറ്റ് ഹാസ് നോ boundary surface, so that will enable the gas to fill any available space immediately. Okay, so നമുക്ക് കൂടുതലായിട്ട് gaseous സ്റ്റേറ്റിനെ പഠിക്കാനുണ്ട്. Okay, and in the 17th, 18th and 19th century, several experimental observations were done to study the behavior of gases. വളരെ വലിയൊരു സ്റ്റഡീസായിരുന്നു ഈ കാലഘട്ടങ്ങളിൽ നടന്നത്, ഗ്യാഷ്യസിൻ്റെ ബിഹേവിയർ സ്റ്റഡി ചെയ്യാൻ. അപ്പോൾ ഉണ്ടായ ഓരോ സ്റ്റഡിയെയും നമ്മൾ ഗ്യാസ് ലോസ് എന്നാണ് പറയാറുള്ളത്. ഓക്കെ, സോ ദർ ആർ ഡിഫറെൻറ്റ് സ്റ്റഡീസ് ദാറ്റ് ലീഡ്സ് ടു ഡിഫറെൻറ്റ് ഗ്യാസ് ലോസ്. സോ ഗ്യാസ് ലോസ് എന്ന് പറയുന്നത് ഒരു മാത്തമെറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്യാസസിൻ്റെ ബിഹേവിയറാണ്. മാത്തമെറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ബിഹേവിയർ ഓഫ് ഗ്യാസസ് അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ, പ്രഷർ എക്സെട്ര. ഓക്കെ, ആൻഡ് ഈ ഗ്യാസ് ലോസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു തിയറി വന്നു, കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ്. കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ് അത് വന്നിട്ടാണ് ഈ ലോസിനെയൊക്കെ അത് ഡിഫൈൻ ചെയ്തത്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ് ആ കാലഘട്ടത്തിൽ വന്നു. ഓക്കെ, ദെൻ ഈ ഗ്യാസ് ലോസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 5 ഗ്യാസ് ലോസ് ഉണ്ട്. ഏതൊക്കെയാണ്? നിങ്ങൾ +2 പഠിച്ചത് തന്നെയാണ്. ബോയിൽസ് ലോ, ദെൻ ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ,
പിന്നെ എന്താണ് ഡാൾട്ടൺസ് ലോ, ദെൻ ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ. സോ ഇതെല്ലാം സ്റ്റഡി ചെയ്തത് ഗ്യാസ് മോളിക്യൂളിൻ്റെ ബിഹേവിയറാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് നമ്മൾ ഇപ്പോഴത്തെ കാണുന്ന ഗ്യാസസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് ഐഡിയൽ. ഓക്കെ, അതായത് ഇപ്പോൾ പറയുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഒരു റിയൽ ഗ്യാസസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് ഐഡിയൽ. ഐഡിയൽ ഗ്യാസസ് എന്ന് പറയുന്നത് ആക്ച്വൽ ഗ്യാസസ് അല്ല, റിയൽ ഗ്യാസസ് ആണ് ആക്ച്വൽ ഗ്യാസസ്. Ideal gases means perfectly obey these rules at all temperature and pressure. That means only ideal gases will obey these gas laws at all temperature and pressure. But the real gases, നമ്മുടെ ഇപ്പോഴുള്ള ഗ്യാസസ് എല്ലാം ഓക്സിജൻ, ഹൈഡ്രജൻ, എല്ലാ ഗ്യാസസിനെയും നമ്മൾ റിയൽ ഗ്യാസസ് എന്നാണ് പറയുന്നത്. ദാറ്റ് വിൽ നോട്ട് ഒബേ ദീസ് റൂൾസ് അറ്റ് ഓൾ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലും പ്രഷറിലും മാത്രമാണ് ഈ ലോസൊക്കെ ഒബേ ചെയ്യുന്നുള്ളൂ. ഒരു ഐഡിയൽ ഗ്യാസ് ഉണ്ടായിരുന്നെങ്കിൽ, ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് ഒരു ഹൈപ്പോതെറ്റിക്കലാണ്, ആക്ച്വലി ഇല്ല. ഓക്കെ, ആ ഐഡിയൽ ഗ്യാസ് ആയിരുന്നുവെങ്കിൽ ദാറ്റ് വിൽ ഒബേ ദീസ് റൂൾസ് അറ്റ് ഓൾ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സോ these laws are also termed as ideal gas laws. These are termed as ideal gas laws. സോ ഇത്രയാണ് നമ്മളുടെ പ്രീ റിക്വസിറ്റ്സ്, ഇത്രയും നമുക്കറിയാമെന്നാണ് പറയുന്നത്. എന്നിട്ടാണ് നമ്മൾ പുതിയ മൊഡ്യൂളിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യും. സോ വി ആർ ഡീലിംഗ് വിത്ത് ഗ്യാഷ്യസ് സ്റ്റേറ്റ്, അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായി. ദെൻ ദർ ആർ സെവറൽ ലോസ് ടു എക്സ്പ്ലെയിൻ ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഓക്കെ, ആൻഡ് ലോസ് ദാറ്റ് ആർ ഒബേഡ് ഓൺലി ബൈ ഐഡിയൽ ഗ്യാസസ്. ദ റിയൽ ഗ്യാസസ് വിൽ നോട്ട് ഒബേ ദീസ് റൂൾസ് അറ്റ് ഓൾ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. പർട്ടിക്കുലർ ടെമ്പറേച്ചറിലും പ്രഷറിലും മാത്രമാണ് ഒബേ ചെയ്യുന്നുള്ളൂ. ഐഡിയൽ ഗ്യാസ് ആയിരുന്നുവെങ്കിൽ അത് എല്ലായ്പ്പോഴും അത് ഒബേ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ലോസിനെ നമ്മൾ എന്ത് പറയുന്നു? ഐഡിയൽ ഗ്യാസ് ലോസ് എന്ന് പറയുന്നു. ഓക്കെ, നമ്മളപ്പോൾ ഇവിടെ ഗ്യാഷ്യസ് സ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ള ടേമാണ് പ്രഷർ, ടെമ്പറേച്ചറൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് യൂണിറ്റ് ഓഫ് പ്രഷർ എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്താ പ്രഷർ എന്ന് പറഞ്ഞാൽ? പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഒരു ഏരിയയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്, അല്ലേ? പ്രഷർ ഈസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. നമ്മൾ പ്രഷറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയർ എന്നുള്ള ഒരു യൂണിറ്റ് വെച്ചിട്ടാണ്, അല്ലേ? ATM, അറ്റ്മോസ്ഫിയർ ATM എന്ന് വെച്ചിട്ടാണ് നമ്മൾ പ്രഷറിനെ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ 1 ATM എന്ന് പറഞ്ഞാൽ ഒരു കോളത്തിൽ, ഓക്കെ, ഒരു 760 mm മെർക്കുറി ഉണ്ടാവും വിചാരിച്ചോളൂ. അതിനെ ഹോൾഡ് ചെയ്യാനുള്ള പ്രഷറിനെയാണ് 1 atmospheric പ്രഷർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് 1 atmospheric പ്രഷർ ഈസ് ഈക്വൽ ടു 760 mm മെർക്കുറി എന്നാണ് പറയുക. 1 atmospheric പ്രഷർ ഈക്വൽ ടു 760 mm മെർക്കുറി. ദെൻ വേറൊരു യൂണിറ്റ് ഉണ്ട് പ്രഷറിന്, ടോർ. ടോർ എന്ന് പറയുന്നത് ടോറിസെല്ലിയിലെ അദ്ദേഹത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് കൊടുത്ത അതാണ് ടോർ എന്ന് പറയുന്നത്. 1 ടോർ എന്ന് പറയുന്നത് 1 mm മെർക്കുറിയാണ്. ഓക്കെ, സോ എന്തായിരിക്കും 1 atmosphere എന്ന് പറയുന്നത്? 760 mm മെർക്കുറി എന്ന് പറഞ്ഞു വെച്ചാൽ 760 ടോർ തന്നെയായിരിക്കും. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. 1 atmosphere എന്ന് പറഞ്ഞാൽ ഇത്ര mm മെർക്കുറിയാണ്, ഇത്ര ടോറാണ്. ഇനി നമുക്ക് SI യൂണിറ്റിലേക്ക് പോവാം. P എന്ന് പറഞ്ഞാൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ ഏരിയ ആണ്, അല്ലേ? ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ പ്ലസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2 എന്ന് പറയും. സോ പ്രഷറിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2 ആണ്. ഓക്കെ, സോ നമ്മൾ പ്രഷറിൻ്റെ യൂണിറ്റ് ATM പഠിച്ചു, ടോറ് പഠിച്ചു, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പഠിച്ചു, അല്ലേ? അതാണ് SI യൂണിറ്റ്. സോ 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 പാസ്കൽ ആണ്. 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 പാസ്കൽ. ആൻഡ് 1000 പാസ്കൽ എന്ന് പറയുന്നത് 1 കിലോ പാസ്കൽ ആണ്. 1000 പാസ്കൽ ഈസ് ഈക്വൽ ടു 1 കിലോ പാസ്കൽ. ഓക്കെ, ആൻഡ് 100
പാസ്കൽ, കിലോ പാസ്കൽ എന്ന് പറയുന്നത് 1 ബാർ. ബാറും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? പ്രഷറിന് 100 കിലോ പാസ്കൽ ഈക്വൽ ടു 1 ബാർ. സോ ഹൗ മച്ച് പാസ്കൽ? 10⁵ പാസ്കൽ. 1 bar is equal to 10⁵ Pascal or 10⁵ Newton per meter square. Okay, 100 kilopascalനെയാണ് ഒരു ബാർ എന്ന് പറയുന്നത്. Then the relationship between atmospheric pressure, 1 atmospheric pressure എന്ന് പറയുന്നത് exactly 101,325 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. എന്താണ്? 101,325 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. അതായത് 760 mm മെർക്കുറി പഠിച്ചില്ലേ? അപ്പോൾ നമുക്കിതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. 1 2 3 4 5 1.01325 ഇൻറ്റു 10⁵ ന്യൂട്ടൺ മീറ്റർ -2 എന്ന് എഴുതിക്കൂടെ നമുക്ക്? അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1.01325 ഇൻറ്റു 10⁵ 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് വെച്ചാൽ പാസ്കലാണ്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 101.325 കിലോ പാസ്കൽ അല്ലേ? നോക്കൂ, ആൻഡ് ഇസ് ഈക്വൽ ടു 1.01325 ബാർ അല്ലേ? നോക്കൂ, ഇൻറ്റു 10⁵ പാസ്കലിനെയാണ് എന്ത് പറയുന്നത്? ബാർ എന്ന് പറയുന്നത്. സോ 1.01325 ബാർ എന്ന് പറയാം. ഓക്കെ, സോ ഇത് അറിഞ്ഞിരിക്കണം. 1 അറ്റ്മോസ്ഫിയർ ഈസ് ഈക്വൽ ടു 1.013 എന്ന് വരെ പഠിച്ചാലും മതി. 325 ബാർ. 1 atmosphere is equal to 1.01325 bar is equal to 1.01325 into 10⁵ Newton per meter square or Pascal. So these are the different units. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ATM എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ്മോസ്ഫറിക് പ്രഷർ. അതായത് നമ്മളുടെ എർത്തിൽ നമുക്കറിയാം ഗ്യാസസ് ദാറ്റ് ആർ സറൗണ്ടിങ് എർത്ത്, ദാറ്റ് ഗ്യാസസ് വിൽ എക്സേർട്ട് എ പ്രഷർ ഓൺ എർത്ത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റ്മോസ്ഫറിക് പ്രഷർ. അപ്പോൾ നമ്മളുടെ മേൽ ഈ ഗ്യാസ് ഒരു പ്രഷർ ചെലുത്തുന്നുണ്ട് അല്ലേ? പക്ഷെ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല അല്ലേ? നമുക്കൊരു പ്രഷറിലാണ് നമ്മൾ ഫീൽ ചെയ്യുന്നില്ല. അതെന്താ വെച്ചാൽ നമ്മൾ അഡ്ജസ്റ്റഡ് ആയി. നമ്മൾ ജനിച്ചപ്പോൾ തന്നെ ഈ ഒരു എൻവയോൺമെൻറ്റുമായിട്ട് നമുക്ക് അഡ്ജസ്റ്റഡ് ആയത് കാരണമാണ് നമുക്ക് ആ പ്രഷർ ഫീൽ ചെയ്യാത്തത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഫിഷ് നമുക്കറിയാം വെള്ളത്തിലല്ലല്ലോ നമ്മൾ താമസിക്കുന്നത്, കരയിലാണ് അല്ലേ? അപ്പോൾ നീന്തുന്ന സമയത്ത് താഴേക്ക് നമ്മൾ നീന്തുമ്പോൾ നമുക്ക് ആ പ്രഷർ, വെള്ളത്തിൻ്റെ പ്രഷർ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അവിടെ നമ്മൾ അഡ്ജസ്റ്റഡ് അല്ല. ബട്ട് ഫിഷ് ഒക്കെ എന്താണ്? വെള്ളത്തിനടിയിൽ ജീവിക്കാൻ അവർ അഡോപ്റ്റഡ് ആയി കഴിഞ്ഞു. അതുകൊണ്ട് അവർക്ക് ആ പ്രഷർ ഫീൽ ചെയ്യുക. അതുപോലെ തന്നെയാണ് നമുക്കത് ഫീൽ ചെയ്യാത്തത്. ദെൻ ഈ 760 mm മെർക്കുറി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? പ്രഷർ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റിന് എന്താ നമ്മൾ പറയുക? ബാരോമീറ്റർ എന്നാണ് പറയുക അല്ലേ? എന്താണ്? വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്യുപ്മെൻ്റാണ്. അതായത് ഒരു കോളം ഉണ്ടായിരിക്കും, ഒരു ഗ്ലാസ് ട്യൂബ്. ഓക്കെ, അതിലേക്ക് നമ്മൾ മെർക്കുറി ഫില്ല് ചെയ്യുക. ഒരു വലിയൊരു ഗ്ലാസ് ട്യൂബ്, അതിലേക്ക് ഗ്ലാസ് കോളം, അതിലേക്ക് മെർക്കുറി ഫില്ല് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ മെർക്കുറി ഫില്ല് ചെയ്ത കോളം നമ്മളൊരു ട്രേയിൽ, ഓക്കെ, ദാറ്റ് ട്രേ ഓൾസോ കണ്ടെയ്ൻ മെർക്കുറി. ഇവിടെ നമുക്ക് മെർക്കുറി ഉണ്ട്. ഓക്കെ, ഇതിൽ മെർക്കുറിയാണ്. ആ മെർക്കുറി ഉള്ളതിലേക്ക് നമ്മളുടെ ഈ കോളം ഇൻസേർട്ട് ചെയ്യിക്കുക. ഓക്കെ, അതിങ്ങനെ കമിഴ്ത്തി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കോളത്തിൽ മെർക്കുറി ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കമിഴ്ത്തി വെച്ചത്. പക്ഷേ എന്ത് സംഭവിക്കും? അറ്റ്മോസ്ഫിയർ നോക്കൂ, ഇവിടേക്ക് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രഷർ എക്സേർട്ട് ചെയ്യുമ്പോൾ മെർക്കുറി ഇങ്ങോട്ടേക്ക് റൈസ് ചെയ്യും അല്ലേ? സോ ഒരു ലെവലിൽ വന്നിട്ട് മെർക്കുറി ഇങ്ങനെ നിൽക്കും. ഓക്കെ, ആൻഡ് ദിസ് ലെങ്ത്, ഈ ഡിസ്റ്റൻസിൽ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ്, ആൻഡ് ദിസ് ഈസ് ഫൗണ്ട് ടു ബി 76 സെൻറ്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 760 mm മെർക്കുറിയാണ്. അതാണ് 1 അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുന്നത് കേട്ടോ. ഒരു മെർക്കുറി കോളം ഇൻവേർട്ട് ചെയ്താൽ മെർക്കുറി റൈസ് ചെയ്ത് നിർത്തുന്നത് 76 സെൻറ്റിമീറ്ററിൽ ആയിരിക്കും അത് റൈസ് ചെയ്തിരിക്കുക, ഈ ലെങ്ത്ത്, ഈ ഡിസ്റ്റൻസിൽ നിന്ന് ഇവിടേക്ക്. ഓക്കെ, അതിനെയാണ് നമ്മൾ 760 mm മെർക്കുറി അല്ലെങ്കിൽ 1 അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അറ്റ്മോസ്ഫറിക് പ്രഷർ കുറയുകയാണെങ്കിൽ എന്താ ചെയ്യുക? ഈ ഡിസ്റ്റൻസ് കുറയും. ഇവിടെയാണ് നിൽക്കുക മെർക്കുറി ലെവൽ. അറ്റ്മോസ്ഫിയർ പ്രഷർ കൂടുമ്പോൾ നോക്കൂ, ഇവിടെ നിന്ന് ഒരു പ്രഷർ ചെലുത്തുമ്പോൾ എന്തുണ്ടാവും? മെർക്കുറി കൂടില്ല, അപ്പോൾ 76-നേക്കാൾ കൂടും. അപ്പോൾ ഹൈറ്റ് വിൽ ഡിക്രീസ് വിത്ത് ഡിക്രീസ് ഇൻ അറ്റ്മോസ്ഫിയർ പ്രഷർ, ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ 1 അറ്റ്മോസ്ഫറിക് പ്രഷർ മനസ്സിലായല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 760 mm മെർക്കുറി, അല്ലെങ്കിൽ 76 സെൻറ്റിമീറ്റർ മെർക്കുറി, അല്ലെങ്കിൽ 0.76 മീറ്റർ മെർക്കുറി ലെവലാണ് 1 അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുന്നത്.
ഇനി നമുക്ക് ഈ വാല്യൂ എങ്ങനെ കിട്ടിയതെന്ന് നോക്കി നോക്കാം. നമുക്കറിയാം പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് അല്ലേ. അവിടെ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാം. പി ഈക്വൽ ടു HdG എന്നുള്ളൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ +2-ന്. പ്രഷർ ഈക്വൽ ടു HdG. എച്ച് എന്ന് പറഞ്ഞു വെച്ചാൽ ഹൈറ്റ്, ഡി പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് മെർക്കുറി ആൻഡ് ജി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതെല്ലാം നമുക്കൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. എച്ച് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ SI യൂണിറ്റിൽ എഴുതുകൊണ്ട് 76 സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കിയിട്ടാണ് നമ്മൾ എഴുതണം. അപ്പോൾ എത്ര വരും? 0.76 മീറ്റർ ഇൻറ്റു ഡെൻസിറ്റി ഓഫ് മെർക്കുറി ഈസ് എബൌട്ട് 13.596. അത്രയും ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ കിലോമീറ്റർ ആക്കാൻ വേണ്ടി 10⁻³ കൊടുത്തു കേട്ടോ. 10⁻³ കിലോഗ്രാം പെർ മീറ്റർ (−3). 13.596 × 10⁻³ ഓക്കെ. ആൻഡ് വാട്ട് ഈസ് ജി ഗ്രാവിറ്റി എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. സോ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ദിസ് 101.325 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് ഈ വാല്യൂ കിട്ടിയത്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത്ര പാസ്കലാണ്. മനസ്സിലായില്ലേ? 1 അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇത്ര ബാറാണ്, അല്ലെങ്കിൽ ഇത്ര × 10⁵ പാസ്കലാണ്. ദാറ്റ് ഈസ് എബൌട്ട് ദി പ്രഷർ. പ്രഷർ പോലെ തന്നെ നമ്മൾ ഡീൽ ചെയ്യുന്ന വേറൊരു ടേമാണ് ടെമ്പറേച്ചർ അല്ലേ. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്സിനെയാണ് നമ്മൾ പറയുന്നത് ടെമ്പറേച്ചർ. ഓക്കെ, ആൻഡ് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? തെർമോമീറ്റർ. വി ആർ യൂസിങ് തെർമോമീറ്റർ ടു ഫൈൻഡ് ഔട്ട് ടെമ്പറേച്ചർ. അപ്പോൾ തെർമോമീറ്ററിലും അത് മെർക്കുറിയാണ്. മെർക്കുറിയുടെ എക്സ്പാൻഷൻ നോക്കിയിട്ടാണ് എത്ര ടെമ്പറേച്ചർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഓക്കെ, ആൻഡ് വേരിയസ് ടെമ്പറേച്ചർ സ്കെയിൽസ് ഉണ്ട്. ഡിഗ്രി സെൽഷ്യസ് സ്കെയില്, ദെൻ കെൽവിൻ സ്കെയിലുണ്ട്, ദെൻ ഫാരൻഹീറ്റ് സ്കെയിലുണ്ട്. ഓക്കെ, ദർ ആർ ഡിഫറെൻറ്റ് സ്കെയിൽസ് ലൈക്ക് സെൽഷ്യസ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ. എന്താ സെൽഷ്യസ് സ്കെയിൽ എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. സെൽഷ്യസ് സ്കെയിൽ എന്ന് പറയുന്നത്, അപ്പോൾ അവിടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡിഗ്രി സെൽഷ്യസ് ആണ്. ടെമ്പറേച്ചറിനെ നമ്മൾ ഡിഗ്രി സെൽഷ്യസിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് ഐസും ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടറിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് നോക്കാം. ഒരു മെർക്കുറി കോളമാണിത് വിചാരിച്ചോളൂ. ഇതിലേക്കാണ് നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അതിൽ 0 ഡിഗ്രി സെൽഷ്യസ് ഇതാണ് മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് ഐസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ദിസ് ഈസ് ദ മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് ഐസ്. ഓക്കെ, ആൻഡ് 100 ഡിഗ്രി സെൽഷ്യസ്, ആൻഡ് ദാറ്റ് ഈസ് ടേംഡ് ആസ് ദി ബോയിലിംഗ് പോയിൻ്റ് ഓഫ് ഐസ്. ഓക്കെ, ദെൻ ഈ 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് താഴത്തേക്കും നമുക്ക് ടെമ്പറേച്ചർ പോസിബിളാണ്. താഴത്തേക്ക് പറഞ്ഞപ്പോൾ മൈനസ് ആണ് അല്ലേ. അങ്ങനെ നമുക്ക് മാക്സിമം അറ്റൈൻ ചെയ്യാവുന്ന ടെമ്പറേച്ചർ -273.15 ഡിഗ്രി സെൽഷ്യസ്. ഇതിലും താഴേക്ക് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. സോ ദ മാക്സിമം മൈനസ് ടെമ്പറേച്ചർ ഈസ് -273.15 ഡിഗ്രി സെൽഷ്യസ്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ സെൽഷ്യസ് സ്കെയിൽ. ഡിഗ്രി സെൽഷ്യസ് വെച്ചിട്ടാണ് പറയുക. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാൽ മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് ഐസ്, 100 ഡിഗ്രി സെൽഷ്യസ് ബോയിലിംഗ് പോയിന്റ്. ദെൻ ഇതിൻ്റെ ഇടയിലൊക്കെ 1, 2, 3 ഡിഗ്രീസ് ആണുള്ളത് അല്ലേ, ഇവിടെ അതെ. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് സെൽഷ്യസ് സ്കെയിൽ. നമുക്ക് എന്താണ് കെൽവിൻ സ്കെയിൽ എന്ന് നോക്കാം. കെൽവിൻ കെ എന്നുള്ളതാണ് ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് അല്ലെ. കെൽവിൻ ക്യാപിറ്റൽ K ഇസ് ദ തെർമോഡൈനാമിക്കൽ സ്കെയിൽ. K ഇസ് ദ യൂണിറ്റ്. ഓക്കെ, ഇതിൽ K എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, കെൽവിൻ തെർമോമീറ്ററിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 0 ഇവിടെയാണ്. 0 കെൽവിൻ. സോ വാട്ട് ഈസ് 0 കെൽവിൻ? 0 കെൽവിൻ ഈസ് ഈക്വൽ ടു -273.15 ഡിഗ്രി സെൽഷ്യസ്. ഈ -273 ഡിഗ്രി സെൽഷ്യസിലുള്ള -273 ആണ് നമ്മൾ എന്ത് പറയുന്നത്? 0 കെൽവിൻ. അങ്ങനെ മൈനസ് വന്ന് 0 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടല്ലോ ഇവിടെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് അപ്പോൾ എത്ര കെൽവിൻ ആയിരിക്കും? 273.15 കെൽവിൻ ആയിരിക്കില്ലേ? 273.15 കെൽവിൻ ആയിരിക്കും. 0 ഡിഗ്രി സെൽഷ്യസ് ഇസ് ഈക്വൽ ടു 273.15 കെൽവിൻ. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് എന്തായിരിക്കും? 373.15 കെൽവിൻ ആയിരിക്കും. ഓക്കെ, ദെൻ ദർ ഈസ് അനദർ തിങ്, ഫാരൻഹീറ്റ് സ്കെയിൽ കൂടിയുണ്ട്. ഓക്കെ, സോ ഇത് രണ്ടും മനസ്സിലായില്ലേ? ഡിഗ്രി സെൽഷ്യസും കെൽവിനും 0 കെൽവിൻ എന്ന് പറയുന്നത് -273. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ടെമ്പറേച്ചറിനെ ഡിഗ്രിയെ എങ്ങനെ കെൽവിനിലേക്ക് ആക്കാൻ പറ്റും?
കെൽവിൻ ഈസ് ഈക്വൽ ടു തന്നിരിക്കുന്ന ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273.15 കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഡിഗ്രിയെ കെൽവിൻ ആക്കാൻ പറ്റും. ഇപ്പോൾ 25 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 25 + 273.15 അത്രയും കെൽവിൻ ആയിരിക്കും. സോ ഇതാണ് ഓക്കെ. ഇത് നമുക്ക് ഫാരൻ ഹീറ്റ് എന്താണെന്ന് നോക്കി നോക്കാം. ഫാരൻ ഹീറ്റ് എന്താണെന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മളുടെ ഫാരൻ ഹീറ്റ് സ്കെയിലിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 273 കെൽവിൻ എന്ന് പറയുന്നത് 32 ഡിഗ്രി ഫാരൻ ഹീറ്റാണ്. 0 ഡിഗ്രി സെൽഷ്യസ് ഇസ് ഈക്വൽ ടു 32 ഡിഗ്രി ഫാരൻ ഹീറ്റ്. സോ 100 ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു 212 ഡിഗ്രി ഫാരൻ ഹീറ്റാണ് കേട്ടോ. സോ ഫാരൻ ഹീറ്റ് 32 ഡിഗ്രി ഫാരൻ ഹീറ്റ്. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു വെച്ചാൽ 32 ഡിഗ്രി ഫാരൻ ഹീറ്റാണ്. 273 കെൽവിൻ ആണ്. ഇനി ഡിഗ്രി സെൽഷ്യസും ഫാരൻ ഹീറ്റും നമ്മളൊരു റിലേഷൻ ഉണ്ട്. ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു 5/9 ഇൻറ്റു ഡിഗ്രി ഫാരൻ ഹീറ്റ് മൈനസ് 32. ഇതും ചെയ്താൽ നമുക്ക് ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻ ഹീറ്റ് ആക്കാം, ഫാരൻ ഹീറ്റിനെ ഡിഗ്രി ആക്കാം. ഓക്കെ, സോ ഇതും അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്, അറ്റ് വാട്ട് ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഫാരൻ ഹീറ്റ് ബിക്കം ഈക്വൽ? ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ഡിഗ്രീസ് -40 ഡിഗ്രി. -40 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് -40 ഡിഗ്രി ഫാരൻ ഹീറ്റ് തന്നെയായിരിക്കും. ഈ ഇക്വേഷൻ വെച്ചത് ശരിയാണോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. -40 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു -40 ഡിഗ്രി ഫാരൻ ഹീറ്റാണ്. ദെൻ നമ്മളെപ്പോഴും ഇങ്ങനെ യൂസ് ചെയ്യാറുള്ള അറ്റ് STP, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നുള്ളൊരു ടേം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിനെ നമ്മൾ 25 ഡിഗ്രി സെൽഷ്യസിനെയാണ് പറയുക, 25 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ കറസ്പോണ്ടിങ് ഇത് എത്രയായിരിക്കും? കെൽവിൻ 298 ആയിരിക്കും. ഓക്കെ, ആൻഡ് ദിസ് ഈസ് 77 ഡിഗ്രി ഫാരൻ ഹീറ്റ്. സോ ദാറ്റ് ഈസ് അബൌട്ട് ടെമ്പറേച്ചർ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ടീച്ചർ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ ഇത് അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് ഡിഗ്രി സെൽഷ്യസ്, ഫാരൻ ഹീറ്റ്, കെൽവിൻ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ, STP എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ ഉള്ളൂ. ഓക്കെ, next we are moving towards ideal gas laws. Then standard temperature 0 degree Celsius ആണ് കേട്ടോ. സ്റ്റാൻഡേർഡ് ആംബിയൻറ്റ് ടെമ്പറേച്ചർ ആണ് 25. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആണ് 0 ഡിഗ്രി സെൽഷ്യസ്, ആംബിയൻറ്റ് ടെമ്പറേച്ചർ ആണ് 25 കേട്ടോ. ദെൻ ഐഡിയൽ ഗ്യാസ് ലോസ്. എന്തുകൊണ്ട് ഐഡിയൽ ഗ്യാസ് ലോ പറയുന്നത്? ഈ ഗ്യാസ് ലോ ഒക്കെ ഒബേ ചെയ്യുന്നത് ഒരേ ഒരാളേ ഉള്ളൂ, അത് ഐഡിയൽ ഗ്യാസസ് ആണ്. ദാറ്റ് ഈസ് ആൻ ഹൈപ്പോതെറ്റിക്കൽ. ആക്ച്വലി ഉള്ള ഗ്യാസസ് എല്ലാം റിയൽ ഗ്യാസസ് ആണ് അല്ലേ. സോ വി ക്യാൻ ചെക്ക് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ലോസ്. നമ്മളൊരു ഗ്യാസിനെ ഒരു സീൽഡ് കണ്ടെയ്നറിൽ എടുത്തു. ഓക്കെ, സീൽഡ് കണ്ടെയ്നറിൽ എടുത്ത് അതിലെ ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ ബിഹേവിയർ പഠിച്ചു. ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് ദർ ആർ ഡിഫറെൻറ്റ് ലോസ്. First we want to study Boyles law. That is was developed by an Anglo-Irish scientist Robert Boyle in the year 1662. അദ്ദേഹം അന്നാണ് കുറേ എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ട് ഈ ലോ പ്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ആൻഡ് ജസ്റ്റ് വി ക്യാൻ ചെക്ക് വാട്ട് ഇസ് ദ ലോ. The law states that at constant temperature, we are keeping temperature constant. At constant temperature, the volume of given mass of a gas is inversely proportional to pressure. Inversely means V is proportional to 1/P എന്ന് എഴുതാല്ലേ നമുക്ക്. Volume is inversely proportional to that. Volume is proportional to 1/P or volume is inversely proportional to pressure. അതായത് നമ്മളൊരു ഗ്യാസ് ഒരു കണ്ടെയ്നറിൽ എടുത്തു. നമ്മളൊരു പിസ്റ്റൺ വെച്ചു ഇവിടെ. ഇവിടെ ഗ്യാസ് മോളിക്യൂൾസ് എടുക്കുന്നു. ദെൻ നമ്മൾ പ്രഷർ കൊടുക്കുക പറഞ്ഞാൽ പിസ്റ്റൺ ഉള്ളിലേക്ക് തള്ളുക. അപ്പോൾ എന്ത് ചെയ്യും? ഇത് ഇങ്ങോട്ടേക്ക് ഇവരെല്ലാവരും കൂടി അടുത്തേക്ക് വരുമല്ലോ, പിസ്റ്റൺ ഇവിടെ വരും. സോ വാട്ട് വിൽ ഹാപ്പൻ? ആദ്യം വോളിയം ഇതായിരുന്നു, പിസ്റ്റൺ താഴത്തേക്ക് വരുമ്പോൾ വോളിയം ഇതായിരിക്കും. ദാറ്റ് മീൻസ് പ്രഷർ കൊടുക്കുമ്പോൾ വോളിയം കുറയും. So that is volume is inversely proportional to pressure or volume is proportional to 1/P എന്ന് പറയാം. And this will happen only when temperature is taken as constant. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആവുമ്പോഴാണ് ഈ ഫിനോമിന കാണിക്കുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാം? PV, പ്രഷറിനെ ഇങ്ങോട്ട് കൊടുക്കുന്നു. PV is a constant. The product of pressure and volume will be a constant at a temperature. That is Boyles law. According to Boyles law, at a constant temperature, volume of a given mass of a gas is inversely proportional to pressure. V is proportional to 1/P. PV is a constant. This is the mathematical representation of Boyles law.
Okay, so this is the mathematical PV is a constant. Now we want to check the graphical representation. How we can represent the Boyles law graphically. Graphically, we have a x-axis and a y-axis, and we are keeping temperature constant. T1 എന്നുള്ളൊരു ടെമ്പറേച്ചറിൽ നമ്മൾ എന്ത് ചെയ്തു? വേരിയസ് പ്രഷർ കൊടുത്തു. ഓക്കെ, പ്രഷർ നമ്മളിങ്ങനെ കൊടുത്തു. ഓക്കെ, ദെൻ നമ്മൾ പ്രഷർ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? വോളിയം കൂടും അല്ലേ? ദാറ്റ് വെൻ പ്രഷർ ഡിക്രീസസ് volume increases. So we have a graph like this. ഇതിനെ പറയുന്ന പേര്, that is here P against V, isotherm എന്നാ പറയുന്നത്. Isotherm means a graph drawn at constant temperature. അപ്പോൾ ഈ എല്ലാ പ്രഷറിലും ടെമ്പറേച്ചറിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. സോ ദിസ് ഈസ് ദ ഐസോതേം ഫോർ ബോയിൽസ് ലോ. ഓക്കെ, ദെൻ നമ്മൾ വേറൊരു ടെമ്പറേച്ചർ T2 എന്നുള്ളൊരു ടെമ്പറേച്ചറിലേക്ക് പോയി. അപ്പോൾ നമുക്ക് കിട്ടിയ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. ഇത് T2 എന്നുള്ള ടെമ്പറേച്ചറിൽ പ്രഷർ ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നു, അപ്പോൾ ഇത് ഇങ്ങനെ വന്നു. ഇത് നമ്മൾ T3 എന്നുള്ളൊരു ടെമ്പറേച്ചറിൽ, അപ്പോൾ ഇങ്ങനെയായിരിക്കും ഗ്രാഫ് T1, T2, T3, വേർ T3 ഈസ് ഗ്രേറ്റർ ദാൻ T2 ഈസ് ഗ്രേറ്റർ ദാൻ T1 ആണ് കേട്ടോ. സോ ദിസ് ഈസ് ദ ടൈപ്പ് ഓഫ് ഗ്രാഫ്. ഇൻ ദിസ് ആർ ടേംഡ് ഐസോതേംസ് എന്ന് പറയും. ഇത് T1 കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, അടുത്ത ടെമ്പറേച്ചർ ഇത് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. സോ ദീസ് ആർ graphical representation. Okay, so we can say that at constant temperature P1ൽ വോളിയം V1 ആയിരുന്നു, P2ൽ വോളിയം V2 ആണ്, P3ൽ വോളിയം V3 ആണ്. സോ ദാറ്റ് വിൽ ബി എ കോൺസ്റ്റൻറ്റ്. നമുക്ക് ഇങ്ങനെ എഴുതാം, P1 V1 ഈസ് ഈക്വൽ ടു P2 V2 ഈസ് ഈക്വൽ ടു P3 V3 ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് വേറൊരു രീതിയിലും റെപ്രസെൻറ്റ് ചെയ്യാം. ഇഫ് യു ആർ റെപ്രസെൻറ്റിങ് V എഗെയിൻസ്റ്റ് 1/P, വോളിയം എഗെയിൻസ്റ്റ് 1/P പ്രഷറാണ് വിചാരിച്ചോളൂ. എന്താ വോളിയം എന്ന് പറഞ്ഞാൽ? വോളിയം എഗെയിൻസ്റ്റ് 1/P പറഞ്ഞാൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ പ്രഷർ കൂടുമ്പോൾ വോളിയം കൂടും. ഇത് T1 വിചാരിച്ചോളൂ. ദെൻ T2ൽ പ്രഷർ കൂടുമ്പോൾ വോളിയം കൂടും, പ്രഷർ കൂടുമ്പോൾ വീണ്ടും വോളിയം കൂടും. ഇങ്ങനെ വരും V എഗെയിൻസ്റ്റ് 1/P. സെയിം ഗ്രാഫ് തന്നെയാണ് നമുക്ക് കിട്ടുക വെൻ P എഗെയിൻസ്റ്റ് 1/V. സ്റ്റാർട്ടിങ് ഫ്രം ഒറിജിൻ എന്നാണ് ഇങ്ങനെ പോവുക അല്ലേ. സോ ദിസ് ഈസ് V എഗെയിൻസ്റ്റ് 1/P, T2, T3 അങ്ങനെ. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ബോയിൽസ് ലോ. ഓക്കെ, ആൻഡ് ദർ ഈസ് അനദർ ഗ്രാഫ് ലൈക്ക് PV ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ PV ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് വെച്ചാൽ വെൻ PV എഗെയിൻസ്റ്റ് V യു വിൽ ഗെറ്റ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. ഇങ്ങനെ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഒന്നുമില്ല അല്ലേ. അങ്ങനെയായിരിക്കും ഗ്രാഫ് കിട്ടണത്. സോറി, ഇത് T3 ആണ്, T2 T1, T1 T2 T3, T3 T2 T1. അതുപോലെ PV എഗെയിൻസ്റ്റ് P ആണ് കേട്ടോ, PV എഗെയിൻസ്റ്റ് P, ആൻഡ് വി ഹാവ് T1 T2 T3. സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക, കാരണം PV എഗെയിൻസ്റ്റ് P പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ വി ഹാവ് എ സ്ട്രെയിറ്റ് ലൈൻ. സോ ദാറ്റ് ഈസ് അബൌട്ട് ബോയിൽസ് ലോ. മനസ്സിലായില്ലേ എന്താ ബോയിൽസ് ലോ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ടെമ്പറേച്ചറിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി. അപ്പോൾ ഉള്ള ഇതിനെ നമ്മൾ ഐസോതേം എന്ന, ഐസോ എന്ന് പറഞ്ഞാൽ സെയിം, തേം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ സെയിം ആണ്. സോ ദാറ്റ് ഈസ് വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ, ഓർ V ഈസ് പ്രൊപ്പോർഷണൽ ടു 1/P, PV ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇങ്ങനെയായിരിക്കും. P എഗെയിൻസ്റ്റ് V എടുക്കുമ്പോൾ ഇങ്ങനെ ഗ്രാഫ് കിട്ടും. P എഗെയിൻസ്റ്റ് 1/V അല്ലെങ്കിൽ V എഗെയിൻസ്റ്റ് 1/P ഒക്കെ നമുക്ക് ഇങ്ങനെയായിരിക്കും ഗ്രാഫ് കിട്ടുന്നത്. ഓക്കെ, സ്റ്റാർട്ടിങ് ത്രൂ ഒറിജിനിലൂടെ ആയിരിക്കും. ആൻഡ് PV ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്. സോ PV എഗെയിൻസ്റ്റ് P എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് കിട്ടുക. സോ നമ്മൾ ബോയിൽസ് ലോ പറഞ്ഞു, എന്താണ്? പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുമെന്ന് അല്ലേ. സോ ജസ്റ്റ് വി ക്യാൻ ചെക്ക് വാട്ട് ഈസ് ദ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ്. എന്താണ് ഈ ബോയിൽസ് ലോയുടെ ഇമ്പോർട്ടൻസ്? ഇതിൽ നിന്നാണ് നമുക്ക് കിട്ടിയത് ഗ്യാസസ് ആർ കംപ്രസിബിൾ. ഗ്യാസിനെ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ബൈ ആഡിങ് പ്രഷർ കൊടുത്താൽ നമുക്ക് ഗ്യാസിനെ കംപ്രസ് ചെയ്യാം അല്ലേ. നമ്മുടെ LPG ഗ്യാസിലൊക്കെ നമ്മൾ ഈ ബ്യൂട്ടൈൻ എന്താണ്? ലിക്വിഡായിട്ടാണ് കംപ്രസ് ചെയ്തിട്ട് അത് ഗ്യാസസിനെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് എടുത്തിരിക്കുകയാണ്. ദെൻ ആ പ്രഷർ, അത് നോബ് തുറക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? പ്രഷർ റിലീസ് ചെയ്യുകയാണ്. പ്രഷറിലേക്ക് പോകുമ്പോൾ റിലീസാവുമ്പോൾ എന്താ ചെയ്യുന്നത്? വോളിയം കൂടും, അപ്പോൾ ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് വരുന്നു. ഓക്കെ, സോ എന്താ സംഭവിക്കുന്നത്? ഗ്യാഷ്യസ് ആർ കംപ്രസിബിൾ. ഓക്കെ, ഗ്യാഷ്യസ് ആർ കംപ്രസിബിൾ എന്നുള്ളൊരു ഇതാണ് നമുക്ക് ബോയിൽസ് ലോ നിന്ന് കിട്ടുന്നത്. പിന്നെ നമുക്കറിയാം അറ്റ് സീ ലെവൽ എന്താ പ്രഷർ? 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് അല്ലേ. സീ ലെവലിലുള്ള പ്രഷർ എത്രയാണ്? 1 അതായത് അറ്റ്മോസ്ഫിയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ നോക്കൂ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കാരണം ഈ
ഈ സീ ലെവലിൽ എന്തുണ്ടായിരിക്കും? ഗ്യാസസ് ആർ ബിക്കം മോർ ഡെൻസർ. ഡെൻസിറ്റി ഓഫ് ഗ്യാസ് വളരെ കൂടുതലായി. കാരണം മുകളിൽ നിന്ന് ഇങ്ങനെ എക്സേർട്ട് ചെയ്യല്ലേ പ്രഷർ, മുകളിലുള്ള ഗ്യാസ് എക്സേർട്ട് ചെയ്തുകൊണ്ട് താഴെ നല്ല ഡെൻസിറ്റി ആയിരിക്കും അല്ലേ. സോ വാട്ട് വിൽ ഹാപ്പൻ? നമ്മൾ മൗണ്ടെയിൻ ക്ലൈംബേഴ്സൊക്കെ നമ്മൾ മൗണ്ടെയിൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് ഉയരത്തിലൊക്കെ എത്തുമ്പോൾ, ഫോർ എക്സാമ്പിൾ മൗണ്ട് എവറസ്റ്റിലൊക്കെയാണ് എങ്കിൽ അറ്റ്മോസ്ഫിയർ, ഈ എവറസ്റ്റിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 0.5 അറ്റ്മോസ്ഫിയറിക് പ്രഷറുള്ള. കാരണം എന്താണ്? അപ്പോൾ മുകളിൽ നിന്നുള്ള തള്ളൽ കുറവാണല്ലേ പ്രഷർ. കാരണം ഇങ്ങോട്ടേക്ക് തള്ളിയിട്ട് താഴെയാണ് കൂടുതൽ ഡെൻസിറ്റി ഉള്ളത്, ഇവിടെ കുറവ്. അപ്പോൾ ഇവിടെയുള്ള എയറിൻ്റെ ഡെൻസിറ്റി വളരെ കുറവാണ് മൗണ്ടെയിനിൽ. ഏറ്റവും സീ ലെവലിൽ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്, മൗണ്ടെയിനിൽ എയറിൻ്റെ ഡെൻസിറ്റി വളരെ കുറവാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് മൗണ്ടെയിൻ ക്ലൈംബേഴ്സിനൊക്കെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ചില സിക്നെസ്സൊക്കെ ഇതാവാറുണ്ട്. ഒരു സ്ലഗ്ഗിഷ് ഫീലിങ്ങും ഹെഡ് ഏക്കൊക്കെ കാരണം ഇവിടെ ഓക്സിജൻ്റെ എമൗണ്ട് കുറവാണ്. കാരണം ഇവിടെ നിന്ന് തള്ളിയിട്ട് ഓക്സിജനൊക്കെ എപ്പോഴും ഈ ലെവലിലാണ് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഇവിടെ ഇല്ല. കാരണം ഈ പ്രഷറാണ്. അപ്പോൾ ഇവിടെ പ്രഷർ കുറവായതുകൊണ്ട് ഓക്സിജൻ്റെ എമൗണ്ടൊക്കെ കുറയും, ഓക്സിജൻ ഇൻടേക്കൊക്കെ കുറവായതുകൊണ്ട് അവർക്കൊരു സ്ലഗ്ഗിഷ് ഫീലിംഗ് ഒക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഓക്സിജൻ സിലിണ്ടർ ക്യാരി ചെയ്യുന്നത് കേട്ടോ. സോ ദാറ്റ് ഈസ് എബൌട്ട് സീ ലെവലിൽ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് നമ്മളുടെ ഇത്. സോ അറ്റ്മോസ്ഫിയർ അപ്പോൾ ഹൈലി ഡെൻസ് ആണ്, ഇവിടെയുള്ള ഗ്യാസസ് എല്ലാം ഡെൻസ് ആണ്. Next we want to study Charles' law, and it was developed by a French chemist Jacques Charles in 1787. Later the law was later extended by Gaseous പിന്നെ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, സോ വാട്ട് ഈസ് Charles' law? Just we can check. According to Charles' law, at constant pressure, here we are taking pressure as a constant. At constant pressure, the volume of given mass of a gas is directly proportional to temperature. അവിടെ പി വി റിലേഷൻഷിപ്പ് ആയിരുന്നു ബോയിൽ, ഇതിൽ വി ടി റിലേഷൻഷിപ്പാണ്. സോ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ദ വോളിയം ഓഫ് എ ഗിവൺ മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഓക്കെ, and this temperature is equal to absolute temperature. എന്താണെന്ന് പറഞ്ഞു തരാം. absolute temperature equivalent to Kelvin temperature ആണ് കേട്ടോ. that is V is proportional to temperature. V is equal to KT എന്നെഴുതാം നമുക്ക്, സ്മോൾ k. V is equal to KT, that is V by T is a constant. We will get V by T as a constant. So at constant pressure, volume is directly proportional to temperature. V is proportional to temperature. V is equal to KT. V by T is a constant. So how we can represent graphically? When V is taken against temperature at constant pressure, directly proportional എന്ന് പറഞ്ഞാൽ that will be a straight line ആയിരിക്കും അല്ലേ. So this is the P1 and here P2 P3. അതായത് P1 ഇവിടെ P1നെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ദെൻ അടുത്തൊരു P2ൽ ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും P3, വേർ P3 is greater than P2 is greater than P1 ആയിരിക്കും. സോ ദിസ് ഈസ് ദ ടൈപ്പ് ഓഫ് ഗ്രാഫ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ലെറ്റ് V1 V2 V3 ബി ദ വോളിയം അറ്റ് T1 T2 T3. ദെൻ വി ക്യാൻ റൈറ്റ് V1 by T1 is equal to V2 by T2 is equal to V3 by T3 is equal to a constant എന്നെഴുതാം. That is about Charles' law. At constant pressure, volume is directly proportional to temperature. എന്താണ് അബ്സല്യൂട്ട് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ എന്ന് എടുത്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മളുടെ സെൻറ്റിഗ്രേഡ് സ്കെയിൽ എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 0 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് അല്ലേ. ലെറ്റ് V0 ബി ദ വോളിയം ഓഫ് ഗ്യാസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. ഫോർ എക്സാമ്പിൾ ഒരു 300 എന്തെങ്കിലും ആണ് വിചാരിക്കും, 300 വോളിയം ഉണ്ട് വിചാരിക്കും. ഓക്കെ, ദെൻ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുക? വോളിയം കൂടും അല്ലേ. എന്തുകൊണ്ട് ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുന്നത്? ടെമ്പറേച്ചർ കൂടുമ്പോൾ മോളിക്യൂൾസിനൊക്കെ ഒരു എനർജി കിട്ടും, അപ്പോൾ കുറേ സ്പേസിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കും അല്ലേ. അതുകൊണ്ടാണ് കൂടുതൽ സ്പേസിൽ ഒക്കുപ്പൈ ചെയ്യുന്നത് കൊണ്ടാണ് വോളിയം കൂടുന്നത്. ടെമ്പറേച്ചർ കുറയുമ്പോൾ എല്ലാവരും അടങ്ങി ഒതുങ്ങി അവർക്ക് എനർജിയൊക്കെ കുറഞ്ഞ് ഒരുമിച്ച് ഇങ്ങനെ നിൽക്കാൻ ശ്രമിക്കുക, അപ്പോൾ വോളിയം കുറയും. സോ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും, ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം കുറയും. അപ്പോൾ ഇത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചു, -1 -10 ഒക്കെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ 300 എന്നുള്ളത് കുറയും, 200 100 അങ്ങനെ എത്തും. ദെൻ നമുക്ക് നേരത്തെ പറഞ്ഞു മാക്സിമം ടെമ്പറേച്ചർ എന്താണ്? -273.15 ഡിഗ്രി സെൽഷ്യസ്.
ഇത്രയും ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക വോളിയം 0 വോളിയം ആയിരിക്കും. അതായത് -273.15 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ ഏതൊരു ഗ്യാസിൻ്റെയും വോളിയം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, എന്നാൽ ഇനി വീണ്ടും നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണ് ശ്രമിക്കൂ. ഇനി വീണ്ടും നമ്മൾ കുറയ്ക്കുമ്പോൾ വോളിയം എങ്ങോട്ടേക്കാണ് പോവുക? നെഗറ്റീവിലേക്കാണ് പോവുക അല്ലേ? അത് പോസിബിൾ അല്ലല്ലോ. നെഗറ്റീവ് വോളിയം എന്നുള്ള കൺസെപ്റ്റ് ശരിയല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് -273.15 ഈസ് ദ മാക്സിമം ലോവസ്റ്റ് ടെമ്പറേച്ചർ ദാറ്റ് ക്യാൻ ബി ഒപ്റ്റെയിൻ. ഏറ്റവും കുറവ് ടെമ്പറേച്ചർ ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് -273 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് ആ ടെമ്പറേച്ചറിൽ എല്ലാ ഗ്യാസിൻ്റെയും വോളിയം 0 ആയിരിക്കും. സോ ദിസ് ഈസ് ദ ലോവസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചർ. ഓക്കെ, അതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ -273.15 ഡിഗ്രി സെൽഷ്യസ് എല്ലാ ഗ്യാസിൻ്റെയും വോളിയം 0 ആയിരിക്കും. സോ ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഓൾ ഗ്യാസസ് ആർ സപ്പോസ് ടു ഒക്കുപ്പൈ 0 വോളിയം ഈസ് കോൾഡ്, അതിനെ നമ്മൾ അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത്. എന്താണ് അബ്സല്യൂട്ട് 0? ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഓൾ ഗ്യാസസ് ഹാവ് വോളിയം 0, ദാറ്റ് ഈസ് ടേംഡ് ആസ് അബ്സല്യൂട്ട് 0. അതിൽ നിന്നാണ് അബ്സല്യൂട്ട് സ്കെയിൽ വന്നത്, കെൽവിൻ സ്കെയിൽ വന്നത്. അതെന്നാൽ നമുക്ക് മനസ്സിലായി 0 വോളിയം എന്നുള്ള കൺസെപ്റ്റിൽ നിന്നാണ് -273.15 ഡിഗ്രി സെൽഷ്യസിനെ 0 കെൽവിൻ ആക്കി എടുത്തത് അല്ലേ? നോക്കൂ, -273.15 നമ്മൾ 0 കെൽവിൻ എടുത്തത് ഇങ്ങനെയാണ് അത് കിട്ടിയത് കേട്ടോ. സോ ദിസ് ഈസ് ദ ലോവസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചർ. നെക്സ്റ്റ് വി ക്യാൻ ചെക്ക് ദ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ്. നമ്മൾ നേരത്തെ മറ്റേ ബോയിൽസിലൂടെ എന്താ പറഞ്ഞത്? ഗ്യാസസ് ആർ കംപ്രസിബിൾ എന്ന് പഠിച്ചു അല്ലേ? പ്രഷർ കൂട്ടുമ്പോൾ ഗ്യാസസ് കംപ്രസ് ചെയ്യും. അതുപോലെ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഇതാ പറയുന്നത് ഗ്യാസസ് ക്യാൻ ബി എക്സ്പാൻഡ്. ഗ്യാസസ് ക്യാൻ എക്സ്പാൻഡ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും. അതായത് ഇത്ര വോളിയത്തിലാണ് കിടക്കുന്നത് വിചാരിച്ചോളൂ ഗ്യാസ്. ഓക്കെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും? അത് എക്സ്പാൻഡ് ചെയ്യും, കുറച്ചുകൂടി സ്പേസിലേക്ക് അത് സ്പ്രെഡ് ചെയ്യും. ഓക്കെ, സോ ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസ് ഗ്യാസസ് എക്സ്പാൻഡ്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നോക്കും മാസിന് വ്യത്യാസമില്ല. ഇതിലൊരു ഗിവൺ മാസാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ മാസിന് വ്യത്യാസമില്ല, വോളിയം കൂടുക ചെയ്തത്. സോ വാട്ട് വിൽ ഹാപ്പൻ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും, ഡെൻസിറ്റി കുറയും അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഗ്യാസിൻ്റെ ഡെൻസിറ്റി കുറയും. ഓക്കെ, സോ ദിറ്റ് ഹാവ് ദ ആപ്ലിക്കേഷൻ ഇൻ ഹോട്ട് എയർ ബലൂൺസ്. ഹോട്ട് എയർ ബലൂൺസൊക്കെ നമ്മളുടെ സ്പോർട്സിൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ മെറ്റീരിയോളജിക്കൽ ഒബ്സർവേഷൻസ് ലൈക്ക് കാലാവസ്ഥ നിരീക്ഷണം അവരൊക്കെ എന്ത് ചെയ്യുന്നു? ഹോട്ട് എയർ ബലൂൺസാണ് വിടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷനിങ് എന്താണ്? ഹോട്ട് എയർ ബലൂണിൽ ആദ്യം ബലൂൺ എടുക്കും, അതിനെ ഹോട്ടാക്കുമ്പോൾ എയർ അത് എക്സ്പാൻഡ് ചെയ്യും അല്ലേ? അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കുറയും. ഹോട്ട് എയർ ബലൂണിൻ്റെ ഡെൻസിറ്റി വളരെ കുറവാണ് യൂഷ്വൽ എയറിനേക്കാൾ. അപ്പോൾ നമ്മളത് റിലീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഡെൻസിറ്റി കുറഞ്ഞത് മുകളിലേക്ക് പോവില്ലേ? എന്നിട്ട് ഡെൻസിറ്റി കുറഞ്ഞ കൂളർ എയറിനെ താഴത്തേക്ക്. അപ്പോൾ നമ്മൾ ബലൂണ് വിടുമ്പോൾ എന്ത് സംഭവിക്കും? ഹോട്ട് എയറിലുള്ള ഗ്യാസിൻ്റെ ഡെൻസിറ്റി കുറവാകുമ്പോൾ അത് മുകളിലേക്ക് പോകും. മുകളിൽ കൂൾ എയർ ഉള്ളത്, അപ്പോൾ അത് താഴത്തേക്ക് പോരും. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് പോവും. പൊങ്ങാനുള്ള കാരണം ദാറ്റ് ഈസ് ചാൾസ് ലോ ആണ്. മനസ്സിലായോ? ഡെൻസിറ്റി കുറയുമ്പോൾ അങ്ങോട്ട് കൂടും. അപ്പോൾ ചാൾസ് ലോ പറയുന്നത് വോളിയം കൂടും, ഡെൻസിറ്റി കുറയും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ്. So today we started our first module, gaseous state, that is dealing with the gases, and the two important aspects of gases are their volume may change approximately the volume may change accordingly temperature and pressure. There is no boundary. Okay, so and there are different laws, and we discussed about the unit of pressure. 1 atmospheric pressure എന്ന് പറയുന്നത് 760 mm mercury ആണ്. അതിനെ നമുക്ക് 760 torr എന്ന് പറയാം അല്ലേ? പിന്നെ നമ്മൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ യൂസ് ചെയ്യാറുണ്ട്. സോ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇത്ര ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് ഇൻറ്റു 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അതിനെ നമ്മൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെ നമ്മൾ പാസ്കൽ എന്ന് പറയും. അതിൽ നിന്ന് ബാർ എന്നുള്ള ഇതൊക്കെ നിങ്ങൾ നോക്കൂ കേട്ടോ. സോ നമ്മൾ ബാരോമീറ്ററിൻ്റെ പ്രിൻസിപ്പിളൊക്കെ പഠിച്ചു. ദെൻ ടെമ്പറേച്ചറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ 3 സ്കെയിലുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, ഫാരൻഹീറ്റ്. ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് ഐസ്. ദെൻ അത് കെൽവിനിൽ 273 വരും, കാരണം -273 ആണ് 0 കെൽവിൻ എന്ന് പറയുന്നത്. ദെൻ ഫാരൻഹീറ്റ് പഠിച്ചു. ദിസ് ഈസ് ദ ഇൻ്റർ റിലേഷൻ. ദെൻ വി ലേൺ അബൌട്ട് ദ ഐഡിയൽ ഗ്യാസ് ലോസ്. ബോയിൽസ് ലോ, ദാറ്റ് ഈസ് ദ പ്രഷർ വോളിയം റിലേഷൻഷിപ്പ് ആണ്. വോളിയം ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ.
അതിൻ്റെ ഗ്രാഫ് നമ്മൾ പഠിച്ചു, പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് പഠിച്ചു. ഗ്യാസസ് ആർ കംപ്രസിബിൾ. ദെൻ ചോൾസ് ലോ, ദാറ്റ് ഈസ് എ വോളിയം ടെമ്പറേച്ചർ റിലേഷൻഷിപ്പ് ആണ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. പ്രഷറിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. ദാറ്റ് ഈസ് വി പ്രൊപ്പോർഷണൽ ടു വി ഈസ് ഈക്വൽ ടു കെ ടി. ഓക്കെ, ദെൻ അതിൽ നിന്ന് അവിടെ നമുക്കൊരു ടേം പഠിച്ചു, അബ്സല്യൂട്ട് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ. അതായത് മാക്സിമം നമുക്ക് അറ്റൈൻ ചെയ്യാവുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -273.15 ഡിഗ്രീസ്. അതിനാണ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ആ ടെമ്പറേച്ചറിലെ എല്ലാ ഗ്യാസസിൻ്റെയും വോളിയം 0 വോളിയം. കാരണം നമുക്ക് വോളിയം ഇങ്ങനെ കുറഞ്ഞ് വന്നിട്ട് 0 ആയിരിക്കും. അപ്പോൾ ഇതിലും താഴെ ടെമ്പറേച്ചറിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, കാരണം വോളിയം നെഗറ്റീവ് ആവും. അത് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല അല്ലേ. സോ ദിസ് ഈസ് ദ ലോവസ്റ്റ് അപ്റ്റൈനബിൾ ടെമ്പറേച്ചർ. അതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, അതിന് 0 കെൽവിൻ എന്ന് പറയുന്നു. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ്. ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും, ടെമ്പറേച്ചർ കൂടുമ്പോൾ എക്സ്പാൻഡ് ചെയ്യും. ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോട്ട് എയർ ബലൂൺസ്. കാരണം ഹോട്ട് എയറിൽ എയർ എക്സ്പാൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഡെൻസിറ്റി കുറവായിരിക്കും. അപ്പോൾ അത് അറ്റ്മോസ്ഫിയറിലേക്ക് വിടുമ്പോൾ കൂളർ എയറിന് താഴത്തേക്ക് വന്നിട്ട് ഡെൻസിറ്റി കൂടിയ എയർ ഡെൻസിറ്റി കുറവുള്ളത് മുകളിലേക്ക് പൊങ്ങുന്നു. ഓക്കെ, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നോക്കൂ, വോളിയം അഗെയിൻസ്റ്റ് ടെമ്പറേച്ചർ ഇത് കെൽവിൻ ആണ് കേട്ടോ. ഓക്കെ, ദിസ് കെൽവിൻ. ഓക്കെ, ഇത് 0 കെൽവിൻ, ദെൻ 100 കെൽവിൻ ടു. അപ്പോൾ 0 ആണ് ഇത്. ആ 0 കെൽവിനിൽ വോളിയം എന്തായിരിക്കും? 0 എന്ന് പഠിച്ചില്ല. അപ്പോൾ ഇത് കെൽവിൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ഡിഗ്രി സെൽഷ്യസിലാണ് വിചാരിച്ചോളൂ. ഇത് ഡിഗ്രി സെൽഷ്യസ്, 0 ഡിഗ്രി സെൽഷ്യസിൽ ഒരു പെർട്ടിക്കുലർ വോളിയം ഉണ്ടായിരിക്കും. ഗ്യാസസിനൊരു വോളിയം ഉണ്ടായിരിക്കും. 0 കെൽവിനിലാണ് 0 വോളിയം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിലൊരു വോളിയം ഉണ്ടായിരിക്കും. 100 ആകുമ്പോൾ വോളിയം കൂടും, 200 ആകുമ്പോൾ വോളിയം കൂടി വരും. ഇനി നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണ് വിചാരിച്ചു, -10, 20, 10 ഒക്കെ. അപ്പോൾ എന്ത് ചെയ്യും? വോളിയം ഇങ്ങനെ കുറഞ്ഞ് വരും. അപ്പോൾ നോക്കൂ, ഇതേ നമുക്കിങ്ങനെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്താൽ ഈ ഗ്രാഫ് ഇവിടെ വന്നിട്ട് ടച്ച് ചെയ്യും. ദാറ്റ് ഈസ് -273 ഡിഗ്രി സെൽഷ്യസ്. ഇത് ഡിഗ്രി സെൽഷ്യസ് സ്കെയിലാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ 0 കെൽവിൻ എന്ന് പറയുന്നത്. കാരണം 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു വെച്ചാൽ 273 കെൽവിൻ ആണ് അല്ലേ, 273.15 കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞത് എന്തായിരിക്കും? 0 കെൽവിൻ. സോ ദാറ്റ് ഈസ് 0 കെൽവിൻ ഈസ് ഈക്വൽ ടു -273.15 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു 0 വോളിയം. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വരയ്ക്കുന്ന ഗ്രാഫൊക്കെ എന്താണ്? കെൽവിനിലാണ്. അതാണ് 0 കെൽവിനാണ് ഈ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഡിഗ്രി സെൽഷ്യസിലാവുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്.